നിതീഷ് തിവാരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന രാമായണ എന്ന ചിത്രത്തിനായി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സായ് പല്ലവി, രൺബീർ കപൂർ, രവി ദുബെ, സണ്ണി ഡിയോൾ, ശോഭന, അരുൺ ഗോവിന്ദൻ, രാഹുൽ പ്രീത് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ചിത്രം കൂടിയാണ് രാമായണ. റിപ്പോർട്ടുകൾ പ്രകാരം 4000 കോടി വരെയാണ് ഇരുഭാഗങ്ങളുടെയും നിർമ്മാണ ചെലവ് എന്ന് പറയപ്പെടുന്നു. 2 ഭാഗങ്ങളിലായിട്ടാണ് ചിത്രം എത്തുന്നത്. രൺബീർ ആണ് സിനിമയിൽ ശ്രീരാമനാവുന്നത്, സീതാദേവി ആവുന്നത് സായ് പല്ലവിയും, രാവണനായി എത്തുന്നത് യാഷുമാണ്. താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നതിന് വാങ്ങിയതും റെക്കോർഡ് പ്രതിഫലം തന്നെ. 2 ഭാഗങ്ങളിലുമായി 150 കോടിയാണ് രൺബീറിന് ലഭിച്ചത്. യഷിന് 50 കോടിയും സായ് പല്ലവിക്ക് 12 കോടിയും സണ്ണി ഡിയോളിന് 40 കോടിയുമാണ് പ്രതിഫലമായി ലഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ട്രെയിലർ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. ജൂലൈ 24-നാണ് ട്രെയിലർ പുറത്തുവിടുന്നത്. ഇതിനു മുന്നോടിയായി താരങ്ങളെല്ലാം പങ്കെടുത്ത ട്രെയിലർ പ്രിവ്യൂ ഡൽഹിയിൽ നടന്നിരുന്നു. പ്രഥം സങ്കൽപ് എന്നാണ് ആ പരിപാടിക്ക് പേരിട്ടത്. ചടങ്ങിൽ വെച്ച് സീത എന്ന കഥാപാത്രത്തെക്കുറിച്ച് സായ് പല്ലവി സംസാരിച്ചു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അഭിനേതാക്കൾക്ക് ഇത്തരം വേഷങ്ങൾ ലഭിക്കുക എളുപ്പമല്ല. കാരണം ഒരു ദേവിയായി വേഷമിടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിനെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാനായി പൂർണ്ണ മനസ്സോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിക്കുന്ന ഒരു ടീം ഇതിന് പിന്നിലുണ്ടാകണം, സായ് പല്ലവി പറയുന്നു. സീതാദേവിയുടെ വേഷം ഞാൻ സ്വയം തെരഞ്ഞെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വേഷം ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായാണ് ഞാൻ കാണുന്നത്. ആഗ്രഹിച്ചാൽ മാത്രം ലഭിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അഭിനയിക്കണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാവുന്നതോ ആയ ഒന്നല്ല അത്. ഞാൻ ആ സമയത്ത് സ്ഥിരമായി ധ്യാനിച്ചിരുന്നു. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: സീതാമാതാവേ, അങ്ങ് എന്നിലൂടെ അഭിനയിച്ചാലും എന്നിലൂടെ പുറത്തു വരുന്നതെന്തോ അതാണ് ഈ സിനിമയ്ക്ക് അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനായി തയ്യാറെടുത്തത്. ഷൂട്ടിംഗ് വേളയിൽ ഉടനീളം മാനസികമായി ശാന്തമായും പോസിറ്റീവായും തുടരാൻ താൻ ശ്രമിച്ചുവെന്നും താരം വെളിപ്പെടുത്തുന്നു. കാര്യങ്ങളെ നിഷ്പക്ഷമായി നിലനിർത്തുന്നതിനായി ചുരുങ്ങിയ പക്ഷം ചിന്തയിലെങ്കിലും എന്നെ തന്നെ കഴിയുന്നത്ര ശുദ്ധമായി സൂക്ഷിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ അവിടെ എന്നെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചുവെന്ന് കരുതുന്നു. 3 വർഷമാണ് ഈ പ്രൊജക്ടിനായി താൻ നീക്കിവെച്ചതെന്നും സായ് പല്ലവി പറഞ്ഞു. നേരത്തെ സീതാദേവിയായി അഭിനയിക്കാൻ സായ് പല്ലവി നല്ല ചോയ്സ് ആണോ എന്ന രീതിയിലുള്ള ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ സായ് പല്ലവിയുടെ കഴിവാണ് അവരെ ഈ കഥാപാത്രത്തിലേക്ക് എത്തിച്ചതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. സിനിമയുടെ ആദ്യ ഭാഗം 2026-ലും 2ാം ഭാഗം 2027-ലുമാണ് തിയേറ്ററുകളിലെത്തുക.